നമസ്കാരം. ഡിസംബർ 8 പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നലെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, മിഡ് ക്യാപ്പ് എന്നിവയുടെ ലെവലുകൾ തന്നിരുന്നു. പ്രതീക്ഷിക്കാവുന്ന സപ്പോർട്ട്, റെസിസ്റ്റൻസ് ഏരിയകൾ. ഇന്ന് ബാങ്ക് നിഫ്റ്റി എത്ര മനോഹരമായിട്ടാണ് ആ ലെവലുകളെ റെസ്പെക്ട് ചെയ്തതെന്ന് നോക്കുക. 59,782, അവിടെ നിന്ന് 59,508, 59,110 എന്നീ നമ്മുടെ ലെവലുകൾ എത്ര മനോഹരമായിട്ടാണ് ബാങ്ക് നിഫ്റ്റി റെസ്പെക്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ബാങ്ക് നിഫ്റ്റിയിലെ അറിയാവുന്നവർക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കോളും പുട്ടൊക്കെ എടുത്ത് അവിടെ നിന്ന് നമുക്ക് മാന്യമുള്ള റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. നിഫ്റ്റി ലെവലുകൾ നോക്കിയാൽ നിഫ്റ്റി 26,156, 26,079, 25,970 എന്നീ ലെവലുകൾ വളരെ മനോഹരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുകയും സ്വാഭാവികമായിട്ടും നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്തവർക്ക് ലാഭമുണ്ടാക്കാനുള്ള അവസരം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻസെക്സും നമുക്കറിയാം, എല്ലാ ഇൻഡെക്സുകളും ഒരേ ഡയറക്ഷനിൽ നെഗറ്റീവ് ഡയറക്ഷനാണെന്ന് പോയിക്കൊണ്ടിരുന്നത്, ഡൗൺവേഡ് ആയിരുന്നു. സെൻസെക്സിലും 85,990, 85,410, 85,028 എന്നീ ലെവലുകൾ വളരെ മനോഹരമായിട്ട് സുന്ദരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ട്രേഡ് മനോഹരമായിട്ട് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 14,003, 13,945, 13,843 എന്നീ ലെവലുകൾ വളരെ മനോഹരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞും നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് നിഫ്റ്റി മിഡ് ക്യാപ്പ് പോയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും മാർക്കറ്റുകൾ ഒരു നെഗറ്റീവ് ടോണിലാണ് ഇന്ന് യാത്ര ചെയ്തത്. പല കാരണങ്ങളുണ്ട്, അനിശ്ചിതാവസ്ഥകളുണ്ട്. ഒപ്പം തന്നെ ഫെഡറൽ റിസർവിൻ്റെ, അമേരിക്കയിലെ റിസർവ് ബാങ്കിൻ്റെ മീറ്റിങ്ങുകൾ ആരംഭിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ചില അനിശ്ചിതാവസ്ഥകൾ ഉണ്ട് എന്നുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ സെല്ലേഴ്സ്, പ്രത്യേകിച്ച് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ലിംഗ് സൈഡിലേക്ക് മാറിയിട്ടുള്ളതാകാം. അവർ ഓൾറെഡി ആ സൈഡിലാണ്, അതൊന്നുകൂടി കർശനമാക്കിയിട്ട് അവർ വെച്ചതാകാം. അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലുള്ളവർ തന്നെ പലപ്പോഴും പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നതാകാം. എന്തായാലും ഒരു അൺസർട്ടനിറ്റി മാർക്കറ്റിലുണ്ട് എന്നുള്ളത് സത്യമാണ്. എനിവേ, ഈ വീഡിയോ ചെയ്യുന്നു. ഇന്നത്തെ ലെവലുകൾ ഉപകാരപ്പെട്ട് എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും പ്രത്യേകം നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.